ഞാനത് നിങ്ങളോട് പറയുന്നത് എന്റെ തൊണ്ടയിലെ ശബ്ദം കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ശബ്ദോർജം. ഈ ഊർജം എവിടുന്ന് കിട്ടിയതാ? ദേശത്ത് കിട്ടിയതാ. ഏത് ദേശത്താ? ആന്ധ്രാപ്രദേശത്ത്. ആന്ധ്രാപ്രദേശത്ത് കിട്ടിയ ഊർജമാണ് എനിക്കിത്. കഴിഞ്ഞ വർഷം ആന്ധ്രാപ്രദേശത്തിൽ സൂര്യൻ ഉദിച്ചപ്പോ ആ സൂര്യന്റെ ഊർജം അവിടുത്തെ കർഷകർ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജം ഉണ്ടാക്കി, കതിരിനുള്ളിൽ പാലരൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടുപോയി കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗൂഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിൽ നിന്ന് കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന അരി കണ്ണൂരിൽ നിന്ന് 40 കിലോമീറ്റർ കിഴക്കോട്ടുള്ള ചിറ്റാരിപ്പറമ്പിലെ വാസുവേട്ടന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഞാൻ എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവിടുന്ന് എന്റെ ഭാര്യ പൊടിച്ചിട്ട് ചുട്ട 2 കഷ്ണപ്പെട്ട് ഇന്ന് 5:45 ഞാൻ തിന്നതിന്റെ ഊർജം കൊണ്ടാ എന്റെ ചൊല്ലി പറയുന്നത്. അപ്പോ നോക്കൂ, ഞാനിപ്പോ പ്രസംഗിക്കുന്നത് പ്ലസ് ആയില്ലേ? കാലത്തിന്റെ ഭാഷയും ദേശത്തിന്റെ പൊട്ടും മനസ്സിലായി ചേർന്നതാണ് ഞാൻ എന്റെ ക്ലാസ്. ഈ ബോധ്യം നമ്മളുണ്ടാവും. കാലദേശങ്ങളെ കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോ ഈ കാലത്തിന്റെ പ്രവണതകൾ നമ്മൾ പഠിക്കണം. എന്റെ അരികിലിരിക്കുന്ന ദേശത്തിലെ ആളുകളുമായിട്ട് ഞാൻ സംവദിക്കണം. കാലത്തോടും ദേശത്തോടും നിരന്തരം സംവദിക്കാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. കാലത്തോടും ദേശത്തോടും നിരന്തരം സംവദിക്കുക. പക്ഷെ നമ്മളെല്ലാം എല്ലാരും എന്നോട് വന്ന് സംവദിക്കട്ടെ എന്ന് കാത്തിരിക്കുക. എല്ലാരും എന്നോട് വന്ന് അല്ലെ, പേടിയുള്ള ആളെ എന്റെ ചുറ്റും വന്നു പറഞ്ഞു. എനിക്ക് പേടിക്കണം. പേടിയുള്ള ആളെ എന്റെ ചുറ്റും വന്നു. മറ്റുള്ളവർ എന്നോട് സംവദിക്കാൻ കാത്തു നിൽക്കുന്നതിന്റെ പേരിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന പല ടെൻഷനും. ഞാനൊരു ഉദാഹരണം പറയാം. KYC അപ്ഡേറ്റ്, ബാങ്കിൽ KYC അപ്ഡേറ്റ് അല്ലെ, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് പോയിട്ട് ഞാനൊരു ഫെഡറൽ ബാങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാർ ലോണിന്റെ ബന്ധപ്പെട്ടിരിക്കുമ്പോ ഒരു സ്കൂൾ ഹെഡ് മാഷ് വന്നിട്ട് ഇവിടെ വന്നൊരു വിഹക വീക്ഷണം നടത്തി. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഇങ്ങനെ കാണിച്ചപ്പോ സെക്യൂരിറ്റി അപ്പൊ അവിടെ പോയി. അപ്പൊ അവിടെ പറഞ്ഞു അവിടെ പോയി പറഞ്ഞു ഇതൊക്കെ ഇറക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടോ? അത് എഴുതി കിട്ടും. അതൊന്നും പോയി ഇയാൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിയ, ആകെ കൺഫ്യൂഷൻ. അതിന്റെ ഇടയിൽ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ വന്നു. ഒരു 65 വയസ്സുള്ള ഒരു ഉമ്മ വന്ന ഉടനെ അല്ലക്കളെ ഇതൊന്നും ശരിയാക്കണ്ട്, ഇതെന്നാ വേണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് വായിന്ന് വാങ്ങും. ഈ മാഷ് മസിലും പിടിച്ച് തിരിയുമ്പോ പെണ്ണുങ്ങൾ ശരിയാക്കിട്ട് പോയി. നമ്മള് സംവദിക്കാൻ തയ്യാറാവാത്തതിന്റെ വലിയ പ്രശ്നം. മാഷ് അയാളുടെ ഡിഗ്നിറ്റി, ഞാൻ ഹെഡ് മാഷാ, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന മട്ടിൽ മസിൽ പിടിച്ചിട്ടാണ് അയാള് ഉമ്മ ഇതും ശരിയാക്കിയിട്ട് ഇറങ്ങി പോകുമ്പോ അയാള് ഇങ്ങനെ നോക്കുക. നമ്മൾ സംവദിക്കണം. ആരോട്? നമ്മൾ സംവദിക്കാൻ നിങ്ങൾ മനസ്സ് ആനന്ദമയമാക്കുക എല്ലാ ദിവസവും. ആ ആനന്ദമയമാക്കിയാൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ ടെൻഷന്റെ വിരുദ്ധമായിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ കയറില്ല. അതിനെന്താ വേണ്ടത്? നിങ്ങളുടെ മനസ്സ് വളർത്തിയാൽ മതി, ബുദ്ധി വളർത്തണ്ട. ബുദ്ധി വളരുന്നതിന് ആനുപാതികമായി മനസ്സ് വളരും. ബുദ്ധി മനസ്സ് ഒന്നാണോ? അല്ല. പഹൽഗാമില് ഭീകരന്മാര് കുറെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നില്ലേ? അവരെ പറ്റി നിങ്ങൾ അറിഞ്ഞോ? അന്വേഷിച്ചോ? അവരെ പറ്റി അന്വേഷിച്ചോ? ആ ഭീകരന്മാരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള. അതിൽ ഒരാൾ ഫാർമസി കോഴ്സ് ഇവിടെ കേരളത്തിൽ വന്ന് ജയിച്ചിട്ട് പോയ ആളാട്ടോ. അതിലൊരു ഭീകരൻ. ഏത് നിങ്ങളെ എവിടെയാണോ പഠിച്ചതെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ വന്നിട്ട് ഫാർമസി കോഴ്സ് ജയിച്ചിട്ട് പോയ ആളാണ്. MPhil കഴിഞ്ഞവരുണ്ട്, MCom കഴിഞ്ഞവരുണ്ട്, MA കഴിഞ്ഞവരുണ്ട്. അതില് നല്ല ബുദ്ധിയുള്ള ടീമാ. പക്ഷെ കൊല്ലരുത് എന്ന
മനസ്സില്ല. പക്ഷേ ആ സംഭവത്തെ പറ്റിയിട്ട് ലോകം അറിഞ്ഞൊരു ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഭർത്താവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നിടത്ത് മുട്ടുകുത്തി കരൾ കടഞ്ഞ് കരഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്. അതിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ, ടി വിയിലൊക്കെ? ആ പെണ്ണ് ഭർത്താവിന്റെ ബോഡിയും കൊണ്ട് നാട്ടിൽ വന്നതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞ പ്രസ്താവന വല്ലാതെ ചിന്തിപ്പിച്ച പ്രസ്താവന. ആ സ്ത്രീ പറഞ്ഞു, ഒരു മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് അവിടെ, ഒരു വാഹനവും പോവില്ല, കുതിരപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ആ സ്ഥലത്ത് വെടിയങ്ങ് തുടങ്ങി, ഭർത്താവ് മരിച്ചു പടഞ്ഞു മരിക്കുന്ന കാണുന്നു. അടുത്ത വെടി എനിക്ക് വരുമെന്ന് അറിയില്ല. നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ നിലവിളി കേൾക്കാൻ ഒരു മനുഷ്യനില്ല, എല്ലാവരും കൂടി കളഞ്ഞു. ഈ ബന്ധുക്കൾ മരിച്ച ഞങ്ങളെ കുറച്ച് ആളുകൾ ഇരുന്ന് കരയാ, ഒരാളില്ല, ഒന്ന് വിളിച്ചു പറയാൻ മൊബൈലിന് റേഞ്ച് ഇല്ല. നരകത്തിയിൽ ഇങ്ങനെ വെന്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു കടയുടെ ഉള്ളിൽ കയറ്റി ഷട്ടർ ഇട്ടിട്ട് അവൻ താഴ്വരയിൽ പോയിട്ട് പട്ടാളക്കാരെ വിവരം അറിയിച്ചിട്ടാണ് ഞങ്ങളെ രക്ഷ. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ദൈവദൂതനായിട്ട് നിങ്ങൾ കാണും. ആ ചെറുപ്പക്കാരനെ പറ്റി പിറ്റേന്നത്തെ ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. എന്താ വാർത്ത എന്നറിയോ? അവൻ 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം കൊടുത്തനാണ്, ബുദ്ധിയില്ല, കുതിരക്ക് തീറ്റ കൊടുക്കുന്ന പണിയാ. അവൻ നല്ലൊരു മനസ്സുണ്ടായിരുന്നു ഇല്ലേ? നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കാരണം നിങ്ങളുടെ ബുദ്ധിയാണ്. നിങ്ങളുടെ ഓഫീസ് ജോലി, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ, നിങ്ങളുടെ പണം, നിങ്ങളുടെ സമയം, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിയുടെ സെക്ഷനാ. പക്ഷേ ആ ബുദ്ധിയുടെ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ഇടപെടേണ്ടത് മനസ്സിന്റെ സെക്ഷൻ. ആ മനസ്സ് ആക്ടിവേറ്റ് അല്ലാതെയാവുകയും ബുദ്ധി ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നവർക്കാണ് ടെൻഷൻ. മനസ്സിലായോ? സ്ട്രെസ് ഉണ്ടാവുന്നത് മനസ്സ് ആക്ടിവേറ്റ് അല്ല. മനസ്സ് ബുദ്ധിയിൽ കയറി ഇടപെട്ടിട്ട് സാന്ത്വനിപ്പിക്കാൻ കഴിയണം. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബുദ്ധിയിലാണ്, വികാരപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ബുദ്ധിയിലാണ്. മനസ്സിന്റെ ജോലി കരയലല്ല, സാന്ത്വനിപ്പിക്കലാണ്. ആ മനസ്സ് വളർത്താൻ എന്താ മാർഗം? മനസ്സ് വളർത്താൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കണം. ചപ്പാത്തി സോഫ്റ്റനാക്കാനും ഇഡ്ഡലി സോഫ്റ്റനാക്കാനുള്ള എല്ലാ സൂത്രവും നിങ്ങൾക്കറിയാം അല്ലേ? കമ്മ്യൂണിക്കേഷനിലൂടെയാണ് സ്ട്രെസ് മാനേജ്മെന്റിന്റെ ആദ്യത്തെ പാഠം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? നമ്പർ 1 നിങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരാളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്റെ ഉള്ളിലുണ്ട്. എന്നോട് സംസാരിക്കാറില്ലേ? നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ നല്ല സാരി ഉടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് കൊള്ളാലോ എന്ന് പറയുന്നു. ആ കൊള്ളാലോ എന്ന് ആരാ പറഞ്ഞു? നിങ്ങളുടെ ഉള്ളിലുള്ള ആൾ നിങ്ങളോടൊന്നും പറയാ കൊള്ളാലോ. നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും അബദ്ധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയാറില്ലേ? സംസാരിക്കണം. ചില സ്ഥലത്ത് ഞാനേ കുഴപ്പമില്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ആന്തരിക മനുഷ്യർക്കും മൃഗങ്ങൾക്ക് ആ പ്രത്യേകത ഇല്ലല്ലോ. അവർക്കറിയില്ലല്ലോ തങ്ങൾ ആരാണ്. നമ്മൾ മനുഷ്യരാ. നിങ്ങളുടെ ഉള്ളും നിങ്ങളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഫലപ്രദമായ കാര്യം. എന്താണ്? ഒന്ന് പറയൂ, സംസാരിക്കും. ഒരു പാട്ട് കേട്ടാൽ മതി ഒരു വലിയ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി. യേശുദാസിന്റെ പാട്ടിന് 50 വർഷം തികയുന്ന ആഘോഷം നടത്തി എന്റെ നാട്ടിലെ വായനശാല. എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു അത്. കാരണം പുസ്തകവുമായിട്ട് വായനശാലയിൽ വരാത്ത ആളെല്ലാം അടുപ്പിക്കാൻ, പാട്ട് പാടാൻ താല്പര്യമുള്ള അടുപ്പിക്കാം. പരിപാടിയുടെ പേര് എല്ലാവർക്കും പാടാം, എല്ലാവർക്കും പറയാം. യേശുദാസിന്റെ പാട്ടിനെ പറ്റി എല്ലാവർക്കും പാടാം, എല്ലാവരും പാടാം, എല്ലാവർക്കും പറയാം. അവിടെ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഞാനൊന്നും പറയട്ടെ എന്ന് ചോദിച്ചു. ഓ പറഞ്ഞു. മൈക്ക് കൈ കൊടുത്ത് പറഞ്ഞതിൽ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മനോഹരമായ ക്ലാസ്. അവര് പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ചോ യേശുദാസിന്റെ പാട്ടുള്ള കൊണ്ടാണ് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. യേശുദാസിന്റെ പാട്ടുള്ള കൊണ്ടാണ് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. എന്താ?
അത് ഈ ഗോപാലട്ടെ ഒരു ഭർത്താവാണ് ഇരിക്കുന്നു. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഓൾ പറഞ്ഞ ഭാഷ നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷ. അത് പറയണോ ഇല്ല, നല്ല വടിയിൽ പറയണം. ഓൾ നാടൻ ഭാഷ പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ഗോപാലട്ടൻ എന്നെ കല്യാണം കഴിച്ചവിടെ നാക്ക് എന്റെ വീട്ടിൽ എനിക്ക് ഒരു സൂചിയില്ലേ, വേറെ അമ്മയില്ലേ, അല്ലാത്ത പെണ്ണുങ്ങളെ എന്നോട് സാമ്പാർ വെക്കാം. എന്റെ വീട്ടിൽ സാമ്പാർ വെക്കുന്ന ശീലമില്ല. എപ്പോ ചക്കക്കുരും വെള്ളരിക്ക് പോകുന്നത്. ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി പരിപ്പും മണ്ടയ്ക്ക് ഒന്നിച്ച് അടുപ്പത്തിട്ട് പരിപ്പ് പോകുമ്പോഴേക്ക് വെള്ളക്കാറില്ല. അതിന്റെ പേരിലുള്ള ശകാരം കുഴപ്പം. പിന്നെ എന്നെ സാമ്പാർ ജാനും അറിയിക്കുക. ജാനും നീപ്പെടുന്നത് അറിയും. സാമ്പാർ ജാനും നാട്ടുകാരോട് മുഴുവൻ പാട്ടാക്കി. അങ്ങനെ നാട്ടുകാർ പറഞ്ഞ സാമ്പാർ ജാനും എനിക്ക് സഹികെട്ടു. സാമ്പാർ ജാനും സാമ്പാർ. ഒരു ദിവസം ഞാൻ ദേഷ്യം വന്നിട്ടുണ്ടോ അങ്ങോട്ട് പറഞ്ഞു, പിന്നെ ഭയങ്കര കുഴപ്പമായി. ഞാൻ എന്റെ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, എന്റെ അച്ഛന് കത്തയച്ചു, എനിക്ക് ഇവിടെ ജീവിക്കാനില്ല, എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു. അച്ഛൻ മറുപടി കത്തയച്ചു. ഇങ്ങോട്ട് വന്ന കാര്യത്തിന്റെ മുട്ട് നോക്കിയാണ്, നിന്റെ 53 വീട്ടിൽ നീ തിരിച്ചു വന്ന ആ 3 മൂലക്കാവും. പണ്ട് പെൺകുട്ടികൾ മൂലക്കായി പോകുന്ന തൊഴിപ്പോ വിവാഹം ചെയ്യാതായി പോകുന്നതിനാണ് മൂലക്കായത്. ഇപ്പൊ നേരെ തിരിച്ച് ആൺകുട്ടികളാ മൂലക്കായി. അങ്ങനെ എന്താ ചെയ്യേണ്ടത്? വീട്ടിലെ പ്രവേശനമില്ല. എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഓർക്കാൻ എന്നെ പേടിയാണ്. അവസാനം ഞാൻ ആത്മഹത്യ തീരുമാനിച്ചു. ഓടിട്ട വീടാണ് 2 നിലയിൽ. മേലത്തെ റൂമിലാണ് നമ്മളെ റൂം, മേലത്തെ നിലയിലെ നമ്മളെ റൂം. താഴെ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ സാരി കഴുക്കോലിൽ മുറുക്കി തൂങ്ങി ഒഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ തൂങ്ങുമ്പോ ഒച്ച കേട്ടിട്ട്, പടക്കുന്ന ഒച്ച കേട്ടിട്ട് താഴെ നാള് വന്നിട്ട് കൊത്തി എത്തിച്ചാല് പിന്നെ തൂങ്ങിയിട്ട് രക്ഷപ്പെട്ടാൽ പിന്നെ എന്റെ പേര് നാട്ടിൽ ആരും തൂങ്ങില്ലായിരുന്നാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒച്ചത്തിൽ റേഡിയോയിൽ പാട്ട് വെച്ചു. രാത്രി റേഡിയോയിൽ പാട്ടുണ്ടായി, ഒച്ചത്തിൽ പാട്ട് വെച്ചു. യേശുദാസിന്റെ പാട്ട്, ശ്രീമാരൻ നമ്പിയുടെ പാട്ട്. ആ പാട്ട് പാടാൻ പറഞ്ഞ പാടി വന്നു. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു. ജീവിതം ഇതു ജീവിതം. ക്ലോക്കിന്റെ പെൻഡുലം ഒരു സൈഡിൽ ചെരിഞ്ഞു നിൽക്കുവോ? ഒരു ബിന്ദുവിൽ നിന്ന് അങ്ങോട്ട് പോകും, ആ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഒന്ന് സുഖാണ്, ഒന്ന് ദുഃഖാണ്. ഒരിക്കലും ദുഃഖത്തിൽ ചെരിഞ്ഞു നിൽക്കൂലല്ലോ, സുഖത്തിലേക്ക് പോകും. ഇപ്പൊ ദുഃഖ, പക്ഷേ ഇത് സുഖത്തിലേക്ക് പോകുന്ന ഒരു കാലം വരുമായിരിക്കും. എന്നാ അതുവരെ നോക്കാം, പോകണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പൊ എനിക്ക് പരമസുഖ. മക്കളും മക്കളല്ലായിട്ട് എന്തൊരു സുഖ. അന്ന പാട്ടില്ലെങ്കിൽ ഞാനിപ്പോ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്തൊരു മനോഹരമായ ഒരു ക്ലാസ് ആണ്. നോക്കൂ, നമ്മുടെ ജീവിതം ഇങ്ങനെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിരലിൽ ഇങ്ങനെ നീർത്ത് എന്റെ നേരെ പിടിക്കും. വിരലിലൂടെ എന്നെ നോക്കൂ. നീർത്ത് പിടിക്കണം, ദൂരെ പിടിക്കും. ഞാനല്ലേ വലുത്, വിരല് ചെറുതല്ലേ അല്ലേ? ഇനി കണ്ണിന്റെ നേരെ പിടിക്കൂ വിരല്. എന്നിട്ട് എന്നെ നോക്കൂ, ആരാ വലുത്? വിരലല്ലേ വലുത്, വിരലല്ലേ വലുത്. ഞാൻ ചെറുതായില്ലേ? ഇതാ നമ്മുടെ പ്രശ്നങ്ങളും. ഈ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്ന അവസ്ഥയാണ് ഈ പ്രശ്നത്തിന്റെ വലിപ്പവും ചെറുപ്പവും തീരുമാനിക്കുന്നത്. ചെറിയ വിഷയം പക്ഷെ ഇങ്ങനെ പിടിച്ചാൽ വലിയ വിഷയം. 8ാം ക്ലാസ്സിലെ പരീക്ഷ ഭയങ്കര ടഫായിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ എന്തൊരു എളുപ്പാ അല്ലെ? ഒരു ചാൻസ് കൂടി കിട്ടിയെങ്കിൽ 10ാം ക്ലാസ്സിൽ ഞാൻ നല്ല മാർക്ക് വാങ്ങുമായിരുന്നു. ഇപ്പൊ പറയുന്നില്ലേ അല്ലേ? നമ്മൾ ഒരു വിഷയത്തെ എവിടെ വെച്ച് നോക്കുന്നു എന്നതാണ് ആ വിഷയത്തിന്റെ വലിപ്പം. ചില വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങൾ ഉണ്ടാവുമ്പോ അതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വലിയതാ തോന്നുക. ഒരു രാത്രി കൂടി വിടവാങ്ങവേ പിറ്റേന്നൊന്നും ഉണ്ടാവില്ല. പിറ്റേന്ന് ആ വിഷയം ഒന്നും ഉണ്ടാവില്ല. അന്നാണെങ്കിലോ ഉറങ്ങാതെ ആലോചിച്ച് ടെൻഷൻ അടിച്ചായി. കാലം മായ്ക്കാത്ത മുറിവുകളില്ല.
ഒരു പരിഹാരമില്ല, ഒന്നുമില്ല, എന്തായാലും മുന്നോട്ട് പോണ്ടേ എന്നൊരവസ്ഥ വരുമ്പോ ഒറ്റ മാർഗേ ഉള്ളൂ മനുഷ്യന്, ഒന്നും അനങ്ങാണ്ടി ഇന്നോട്. ആ പ്രശ്നം പരിഹരിച്ചാലേ ഇനി ഭൂമി കറങ്ങും നല്ല തോന്നി. ഭൂമി സ്വാഭാവികമായി കറങ്ങും, പിറ്റേന്നൊന്നും ഉണ്ടാവില്ല. കാത്തു നിൽക്കുക. അപ്പൊ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒന്നാമത്. രണ്ടാമത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ വിഷയത്തോട് നിങ്ങൾക്ക് സ്ട്രെസ് വന്ന, ടെൻഷൻ വന്നൊരു വിഷയമുണ്ടല്ലോ, ആ വിഷയത്തെ വിശകലനം ചെയ്യുക. എന്താണത്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്, അത് എൻ്റെ അടുത്താണോ തെറ്റ്, അവരുടെ അടുത്താണോ തെറ്റ്, വിശകലനം ചെയ്യുന്നില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചാൽ ഒരു ചോദ്യം, ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതും, പുറത്തു വന്ന ഉടനെ നമുക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും അല്ലേ, അപ്പോഴാണ് തെറ്റിപ്പോയി, ഒരു ഉത്തരം തെറ്റിപ്പോയി, അത് വിദ്യാർത്ഥി പരീക്ഷയെ ബാധിക്കും. നിങ്ങളെ കുട്ടികളോട് പറയണം, പരീക്ഷ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ തൊടാൻ പാടില്ല. എല്ലാ പരീക്ഷയും കഴിയുന്നവരെ തൊട്ട് നോക്കരുത്, അത് ദൂരെ പിടിച്ചോളുക. കാരണം തൊട്ട് നോക്കിയിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ കയറി തിരുത്താൻ പറ്റുമോ? നമ്മളൊരു വിഷയത്തെ വിശകലനം ചെയ്യണം. വിശകലനം ചെയ്യുമ്പോഴാണ് അത് സിമ്പിൾ ആവുന്നത്. ദൂരെ നിന്ന് ഒന്നിച്ചു നോക്കുമ്പോൾ അത് വലിയതാവും, ചെറിയതാക്കുമ്പോ ചെറിയ വിഷയം അല്ലേ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശ്രീധരൻ, കാസർഗോഡ് തിരുവനന്തപുരം KSRTC ഡ്രൈവർ. ഞാൻ ഇടയ്ക്ക് കോഴിക്കോട് വരുമ്പോ ഒക്കെ ഞാൻ കാർ കൊടുത്തിട്ടായിരുന്നു. ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എറണാകുളത്ത് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ട്രെയിൻ വന്നത്. ഞാനിങ്ങനെ ആലോചിക്കുക, ആ പയ്യോളിയിലുള്ള ബ്ലോക്ക്, അത്ര വടകരയുള്ള ബ്ലോക്ക്, ഈ ബ്ലോക്കിന്റെ ഇടയിലൂടെ ഒരു കാർ കൊടുത്ത് പോകുന്ന ഞാൻ ചെയ്തത്, എന്റെ ശ്രീധര, ഒരു ചെറിയൊരു വീടിന്റെ വലുപ്പമുള്ള ബസ്സും കൊണ്ട് ഈ കാസർഗോഡ് എങ്ങനെയാ എത്തിക്കുന്നത്? കറക്റ്റ് എല്ലാ ദിവസവും എത്തിക്കണ്ടേ? അവിടെ എത്തുമ്പത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നാഷണൽ പെർമിറ്റ് ലോറി പോലെയാണോ? എത്തിയെടുത്ത് കിടക്കാൻ പറ്റില്ലല്ലോ, ഇത് എത്തിക്കണ്ടേ അവിടെ. അതൊന്നൊരു അത്ഭുതം. നീ എങ്ങനെയാ തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിക്കാറില്ല. പിന്നെ നീ തിരുവനന്തപുരം ബസ്സിലെ ഡ്രൈവർ അല്ലേ? അതെ. ഞാൻ കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാടേക്ക് ഓടിക്കുക. കാഞ്ഞങ്ങാട് എത്തിയാ പിന്നെ പയ്യന്നൂർ എത്തിയാ പിന്നെ കണ്ണൂരാണ് ലക്ഷ്യം. കണ്ണൂർ എത്തിയ തലശ്ശേരി, പിന്നെ വടകര, പിന്നെ കൊയിലാണ്ടി, പിന്നെ കണ്ണൂർ. അല്ലാതെ കാസർഗോഡ് മുതൽ ഞാൻ തിരുവനന്തപുരത്താ പോകുന്നു എന്നുള്ള മട്ടിലല്ല. മുമ്പിൽ കണ്ടത് ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോവുക. ഒരു പ്രശ്നത്തെ ലഘൂകരിക്കാൻ അതിനെ വിഭജിക്കലാണ് ഏറ്റവും നല്ലത്. അത് ആ പ്രശ്നങ്ങളുടെ കാരണം ഓരോരോ വിഷയങ്ങളാക്കി മുറിച്ച് അതിന് പരിഹാരം അങ്ങനെ കണ്ട് മൊത്തം പരിഹാരം. നമ്മളിതെന്താ, മരം മറിഞ്ഞിട്ട് കാട് കാണുന്നില്ല, മൊത്തം ഇങ്ങനെ ഓരോന്നും വലിയതാന്ന് പറയും. അതിനെ വിശകലനം ചെയ്യുക. രണ്ടാമത്തെ നിങ്ങൾ സെൽഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, രണ്ട് വിശകലനം ചെയ്യുക. എന്നിട്ടും പരിഹാരം കാണാത്ത വിഷയമാണെങ്കിലോ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോട്, അടുത്ത സുഹൃത്തുക്കളോട് അത് സംസാരിക്കുക. പറഞ്ഞാൽ തന്നെ പ്രശ്നം പോയി തീരുമില്ലേ? അടുത്ത സുഹൃത്തുക്കളോട്, അടുത്ത ബന്ധുക്കളോട് സംസാരിക്കുക. ഏത് വിഷയവും സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംവിധാനം ഒരുക്കി തന്നിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാർ. അറിയാമോ? എന്ത് പ്രശ്നവും പറഞ്ഞ് പരിഹാരം ഉണ്ടാകുന്നൊന്നുമില്ല, പരിഹാരമൊന്നും വേണ്ട. പ്രശ്നം പറഞ്ഞ് കേൾക്കാൻ ഒരാൾ വേണം. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സംവിധാനം, അതിന്റെ പേരാണ് വിവാഹം. ഭാര്യയോട് പറയാ, ഭർത്താവിനോട് എന്തും പറഞ്ഞാൽ തന്നെ പോകും. ചിലയാളെ ചിരിയെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് പറഞ്ഞ പിന്നെ അല്ലേ? അത് പരസ്പരം ബോധ്യപ്പെടണം, പരസ്പരം താങ്ങാനാണ് വിവാഹം. മനസ്സിലായി? പരസ്പരം വഹിക്കലാണ്, വിശേഷപ്പെട്ട വഹിക്കലാണ്. നിന്റെ ടെൻഷനും നിന്റെ സന്തോഷവും ഞാൻ വഹിക്കാം, നീയും വഹിക്കുക. അതാ വിശേഷപ്പെട്ട വഹിക്കൽ, അതാ വിവാഹം. വീട്ടിൽ പരസ്പരം പറയണം. രസതന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്,
മോഹൻലാലിന്റെ കൂടെ താമസിക്കുന്ന പയ്യൻ ആണല്ല പെണ്ണാന്നുള്ള വിവരം ഇന്നസെന്റ് അറിഞ്ഞു. ഭാര്യയോട് പോലും പറഞ്ഞിട്ട് കൊന്നുകളിഞ്ഞു. അവസാനം ഭാര്യയോട് ഇത് പറയാൻ പറ്റാഞ്ഞിട്ട് ഇന്നസെന്റ് ശ്വാസം മുട്ടി പടക്കുന്ന രംഗമുണ്ട്. ഇത് ഭാര്യയോട് പറയാൻ പറ്റാഞ്ഞിട്ട് ഒരാളാരെയും കണ്ടുപിടിക്കണം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞാൽ അത് മുതലെടുത്ത് ചൊറയാക്കാത്ത ഒരാളായിരിക്കണം. അങ്ങനെയുള്ളൊരു സുഹൃത്തിനെ കണ്ടെത്തും. ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ഉണ്ടാവുന്നു. എല്ലാം മക്കളോട് പറയാം. നമുക്കെല്ലാം മക്കളില്ല. മക്കളോട് പറയുക. നമ്മുടെ പ്രയാസങ്ങളിൽ മക്കളോട് പറയാം. മക്കൾ ന്യൂ ജനറേഷനോട് പറഞ്ഞാൽ മതി. അപ്പൊ മനസ്സിലാവുക നമ്മുടെ പ്രശ്നമൊന്നും ഒരു പ്രശ്നമല്ല. കുട്ടികളോട് പറഞ്ഞാൽ നമ്മളൊന്നും കാര്യമായിട്ട് പറഞ്ഞാൽ കുട്ടികൾ അപ്പൊ തന്നെ നമ്മളെ പ്രശ്നം തീർന്നു. അങ്ങനെ ഒന്നിക്ക് മക്കള്, അല്ല ഭാര്യ, അല്ല ഭർത്താവ്, അല്ല സുഹൃത്ത്, ആരെങ്കിലും ഒരാളോട് സംവദിക്കുക. ഈ സംവദിക്കൽ സോഫ്റ്റനായ സംവാദമാണ്. എന്താണ് സോഫ്റ്റനായ സംവാദം? നിരന്തരം നിങ്ങൾ പ്രകൃതിയോട് സംവദിക്കുക, മക്കളോട് സംവദിക്കുക. എപ്പോഴും സോഫ്റ്റനായ സംവാദം. SOFTEN, സോഫ്റ്റൻ അല്ലെ? സ്പെല്ലിംഗ് 6 അക്ഷരമുണ്ട്. ഓരോ അക്ഷരവും നമുക്ക് ഒരു വാക്ക് കണ്ടുപിടിക്കാം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു ആരാ? മനുഷ്യൻ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ചിരിച്ചത്. എന്തോ ഒരു മൊമെന്റ്, ഒരു കാര്യം ചിരിച്ചില്ലേ? അത് പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചില്ലേ? പക്ഷെ 3-4 ചിരിച്ചില്ല. അവര് മസിൽ പിടിച്ചു നിൽക്കും. അവരിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ECG എടുത്ത് നോക്കണം. ചിരിക്കാതെ എന്തിനാ പിന്നെ മനുഷ്യൻ? പക്ഷിമൃഗാദികൾക്ക് ചിരിയില്ലല്ലോ. കഴിഞ്ഞ ഒക്ടോബർ 1 പ്രത്യേകത അറിയാമോ? വയോജന ദിനം. വയോജന ദിനത്തിന് തലശ്ശേരിയുള്ള കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു ഗംഭീര പരിപാടി വെച്ചു. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം, അപ്പൂപ്പൻ അമ്മൂപ്പ സംഗമം. ടീച്ചർ പോലും ഞെട്ടിപ്പോയി. ഒരുപാട് ആള് വന്നു. കാരണം എന്താ, ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. രക്ഷിതാക്കളെ വിളിച്ചാൽ 2 ആളെ ഉള്ളൂ, അതിൽ ഒരാളെ വരൂ. ഇത് കിട്ടിയ ചാൻസിന് എല്ലാവർക്കും വന്നു. അവരെ മുഴുവൻ ഒരു ഭാഗത്ത് ഇരുത്തി അഭിമുഖരായിട്ട് മറുഭാഗത്ത് കുട്ടികളെ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചതാ. അന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ അവിടുത്തെ പ്രിൻസിപ്പൽ ടീച്ചറുടെ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടീച്ചർ അധ്യക്ഷ പ്രസംഗത്തിൽ പറയാം, മക്കളെ, ഇവരാണ് നമ്മുടെ പ്രകാശഗോപുരങ്ങൾ. നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. പ്രായമായ അച്ഛനോട് അപ്പൂപ്പനോട് പറഞ്ഞു, അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള നമ്മുടെ മുൻവിധിയോ വേണ്ട. അവരുടെ അടുത്ത് പോയി ഇത് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്നൊന്ന് പറഞ്ഞ് കരഞ്ഞു നോക്കൂ, ഒന്ന് പറഞ്ഞു നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയതിന്റെ 10-1 ലഘൂകരിച്ചിട്ട് അവർ തിരിച്ചു തരും. ഉറപ്പാ. നിങ്ങൾ പറയണം, എന്തിനാ ഇത് അച്ചാച്ചൻ അറിയുന്നു, അപ്പൂപ്പൻ അറിയുന്നു, രണ്ടാമത് പറയേണ്ടത് പറയാ. പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. എന്റെ മോള് എന്റെ കൊച്ചുമോള് എന്നോട് പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. അപ്പൊ അവർ പ്രകാശഗോപുരങ്ങളാണ്, അവർ പുഴയാണ്, നമ്മൾ തോണിയാണ്. ടീച്ചർ പറയാ, പുഴയും തോണിയും തമ്മിൽ പണ്ടൊരു തർക്കം നടന്നു. ആരാ പ്രഗത്ഭനെന്നായിരുന്നു തർക്കം. തർക്കത്തിൽ വിജയിച്ചത് തോണിയാ. തോണിയുടെ വാദം, ഞാനാ മേലെ, നീ അടിയില. നീ അടിയിലാണ്, ഞാനല്ലേ മേലെ. അങ്ങനെ തോണി വിജയിച്ചു, പുഴ തോറ്റു. എന്നിട്ട് പുഴ തോറ്റതിന്റെ സങ്കടത്തിൽ പറ്റിക്കളഞ്ഞു. പുഴ പറ്റിയ പിന്നെ തോണിക്ക് പ്രസക്തിയില്ല, ഉണ്ടോ? അതുപോലെ ഇവർ പുഴയാണ്, നമ്മളതില് തോണിയാണ്. എന്നിട്ട് ടീച്ചർ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്തു വീഴും. അതുകൊണ്ട് ചിരിക്കരുതേ. യെസ് പറഞ്ഞു. അപ്പോ ഒരു പയ്യൻ എഴുന്നേറ്റിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഒരു 1.5 ചോദ്യം. ഒരു വിനീത് 9ാം ക്ലാസ്സിലെ ടീച്ചറെ ഒരു സംശയം. എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാട് പോകും. എന്തായാലും പഴുക്കില്ല, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. അതൊരു നല്ല ചോദ്യല്ലേ?
ചിരിക്കും. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ മുഗ്ധരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. ദന്തൽ കോളേജിന്റെ പാട്ടായിട്ട് വെക്കേണ്ടത്. കാരണം എൻ മുഗ്ധരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവം അല്ലേ. സുന്ദരിയും സുന്ദരനുമാവുന്നത് എപ്പോഴാ? സുന്ദരിയും സുന്ദരനുമാവുന്നത് ദരം വായാണ്. സുന്ദരം നന്നായി പുഞ്ചിരിക്കുമ്പോഴാണ് സുന്ദരിയും സുന്ദരനുമാണ്. സുന്ദരിന്റെ സുന്ദരന്റെ സങ്കല്പം പണ്ട് മാറിപ്പോയി. ഞാൻ നിർമ്മല കോളേജിൽ പഠിക്കുമ്പോ സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു ശാലിനി എന്റെ കൂട്ടുകാരിയിലെ പാട്ട്. ഗാനമേളക്ക് പാടി സുന്ദരി ആ സുന്ദരി നിൻതുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി കാരുണ്യമേ. ഞാൻ കഴിഞ്ഞ വർഷം അവിടുത്തെ മലയാള ഡിപ്പാർട്ട്മെന്റിന്റെ TP സുമാരൻ മാഷയുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ എന്നെ പഠിപ്പിച്ച അവിടെ പോയപ്പോ അവിടെ ഗാനമേള നടക്കുന്നു, എന്തോ വാർഷികത്തിന്റെ ഭാഗം. അത് അപ്പോഴും സുന്ദരി പാട്ട്. സുന്ദരി പെണ്ണേ ഹോ മനസ്സിലായോ? അന്നത്തെ സുന്ദരി ഇന്നത്തെ സുന്ദരി എന്നുള്ള വ്യത്യാസം. അതെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പുഞ്ചിരിക്കുക, ചിരിക്കുക. ആരോട്? മക്കളോട്. രാവിലെ എഴുന്നേറ്റിട്ട് ഭർത്താവിനോട് മക്കളോട് ചിരിക്കാറുണ്ടാവും. ഒന്ന് ചിരിക്കുക, ചിരിച്ചൂടെ? അയൽവാസികൾ വന്ന മക്കളോട് അവരോട് അതെല്ലാം ചിരിക്കും. സ്വന്തം മക്കളോട് കുളിക്കുന്നില്ലേ, കളിക്കുന്നില്ലേ, സ്കൂൾ പോകുന്നില്ലേ, വിളിക്കും. ഒന്ന് ചിരിക്കും. സ്ട്രെസ് കുറക്കാൻ ഏറ്റവും നല്ല മാർഗം ചിരി കാണുന്നതും ചിരിക്കുന്നതുമാണ്. ചിരി കാണുമ്പോൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ ഊർജമാണ് ചിരിക്കുമ്പോൾ. ചിരിക്കുമ്പോൾ ഊർജം കിട്ടുന്നത് ചിരിക്കുന്ന ആൾക്കാർ. മനസ്സിലായോ? നിങ്ങൾ ചിരിച്ചാ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. വീടിന്റെ ചുണ്ട് മുന്നിലത്തെ വാതിലാണ്. അത് രാവിലെ തുറക്കും. രാവിലെ തുറന്നിട്ടൊന്ന് മുറ്റത്തിറങ്ങും കുട്ടികളെയും കൊണ്ട്. അവിടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ ഉണ്ട്. ആ പൂക്കളുടെ അടുത്ത് പോയി അവിടെ പറക്കുന്ന പൂമ്പാറ്റകളെയും തുമ്പികളെയും ഒന്ന് നോക്കുക. അവിടെ ഒന്ന് അല്പനേരം മുറ്റത്ത് വരാതിരിച്ചത്.